ദൈവത്തിന് മഹത്വം. സാറാഫാത്തിലെ വിധവയുടെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പം രൂപപ്പെട്ടു. എന്ത് തീരുമാനമെടുക്കണം? ആകെ കലത്തിൽ അവശേഷിക്കുന്ന ഒരു പിടി മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് താനും മകനും മരിക്കാനിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഏലിയാവെന്ന പ്രവാചകൻ അദ്ദേഹത്തിന് ആ അപ്പം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, അങ്ങനെ ചെയ്താൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ക്ഷാമകാലം കഴിയുന്നതുവരെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീരുവാൻ അനുവദിക്കുകയില്ല എന്ന വാഗ്ദത്തവും അറിയിച്ചിരിക്കുന്നു. ആ വിധവയായ മാതാവിന്റെ മനസ്സിൽ തന്റെയും മകന്റെയും മരണം ഉൾപ്പെടെ അനേക മാനുഷിക ചോദ്യങ്ങൾ ഉയർന്നു വന്നു. എന്നാൽ ഏലിയാവിലൂടെ ദൈവം അരുളി ചെയ്ത വാക്കുകളിൽ വിശ്വസിച്ച് അപ്പം പ്രവാചകന് നൽകി. തൽഫലമായി ദൈവം പറഞ്ഞതുപോലെ ക്ഷാമകാലം കഴിയുന്നതുവരെ തീരാത്ത മാവും എണ്ണയും ഉപയോഗിച്ച് അവളും കുടുംബവും സന്തോഷമായി മരിക്കാതെ ജീവിച്ചു. നമ്മുടെ ജീവിതത്തിലും നാം പല തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മോടുള്ള വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ അനേക മാനുഷിക ചോദ്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ കൂടി കടന്നു വരുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാതെ നാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. മാനുഷിക ബുദ്ധികൾ മാറ്റിവെച്ച് ദൈവിക അരുളപ്പാടിനെ അക്ഷരപ്രതി അനുസരിച്ചാൽ ദൈവിക വാഗ്ദത്തങ്ങൾ അത്ഭുതങ്ങളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടും. ആമേൻ.